ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആർട്ട് ഗാലറി പോയിരുന്നു. അപ്പോൾ പുള്ളി അവിടെ ഒരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത് ചുമരിലിരിക്കുന്ന ഒരു ചിത്രം, ഒരു പുതിയ ചിത്രം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയോട്, നന്നായിട്ടുണ്ട് കേട്ടോ, ചിത്രം നന്നായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, എടാ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാനത് കുറേ ഇരുന്ന് വരച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബോറടിച്ചു, പിന്നെ അതങ്ങനെ ഇട്ടു, കുറേ നാളത് അങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അതെടുത്ത് തന്നെ ഫ്രെയിം ചെയ്ത് വെക്കാൻ തോന്നിയപ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചു എന്നുള്ളൂ. അത് കംപ്ലീറ്റഡ് അല്ല ചിത്രം, അത് പൂർണ്ണമല്ല. ഞാൻ വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി. അത് പൂർണ്ണമല്ല എന്ന് പറയാനൊരു കാരണം എനിക്ക് തോന്നിയില്ല. ഒന്നാമത് അതൊരു സീനറിയാണ്. എനിക്കെന്നല്ല, അത് ആ ചിത്രം കാണുന്ന ആർക്കും അത് പൂർണ്ണമല്ല എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് പൂർണ്ണമല്ല. കാരണം ആളത് എന്താണോ അത് ആവേണ്ടത് അത് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ആക്കണം അത് ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി ആ ചിത്രം ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു, അതിന്റെ മുകളിൽ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എത്ര കാലമായാലും അതിനി അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നൂറ്റാണ്ടുകളോളം ഈ ചിത്രം ഇരുന്നാലും കാണുന്നവരെ സംബന്ധിച്ച് അത് പൂർണ്ണമാണ്, ഒരു മനോഹരമായ ചിത്രമാണ്. പക്ഷെ ഈ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും അത് പൂർണ്ണമല്ല. അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കംപ്ലീറ്റഡ് അല്ല, അത് മുഴുവനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മളിൽ പലരുടെ ഉള്ളിലും ഇതുപോലത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ സ്വയം, ഞാൻ വിചാരിച്ചത് എന്തോ അത് ഞാൻ ആയില്ല, അല്ലെങ്കിൽ ഞാൻ നേടാൻ ആഗ്രഹിച്ചത് നേടിയിട്ടില്ല, ഞാൻ എന്താണോ ആവേണ്ടത് അതല്ല ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം ഞാൻ പൂർണ്ണമല്ല, അല്ലെങ്കിൽ ഞാൻ ഇനിയും എന്തൊക്കെയോ മാറ്റങ്ങൾ എന്നിൽ വരുത്താനുണ്ട്, ഞാനൊരു കുറെ കഴിവുകേടുകളുള്ള ഒരാളാണ്, ഇതുപോലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലൊരു നിഗമനം സ്വയം തന്നെ എടുക്കുന്നവരുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ആ ചിത്രം സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ ആ ചിത്രം എന്താണോ ആയിരിക്കേണ്ടത് അതായി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ആ ചിത്രം ഒന്നും ആവാനില്ല. ആ ചിത്രം പൂർണ്ണം തന്നെയാ. ആ ചിത്രം ഒരിക്കലും പൂർണ്ണമല്ല എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയാണ് ആവേണ്ടത്. പ്രകൃതിയിലെ എല്ലാം അങ്ങനെ തന്നെയാ, എല്ലാം പൂർണ്ണം തന്നെയാ, ഒന്നിലും ഒരു കുറവുമില്ല. ഓരോ നിമിഷവും, ഓരോ നിമിഷത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ സംഭവിക്കണമോ അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നോട്ടം അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ, അവയാണ് നമുക്കിത് പൂർണ്ണമല്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല, തെറ്റായതാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല ആവേണ്ടത് എന്ന ചിന്ത വന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്യാൻവാസിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ചിത്രം എടുക്കുന്നു. അത് ആകെ കുറച്ച് ഇപ്പൊ ഒരു ചുവന്ന വരയും ഒരു കറുത്ത വരയും മാത്രം അതിൽ വരച്ചിട്ടുള്ളൂ. അത് കണ്ടാൽ ആരും പറയാം ഇത് വരച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടില്ല, അത് എന്തൊക്കെയോ ഇനി ചെയ്യാനുള്ളത് കുറച്ച് ആയിട്ടേ ഉള്ളൂ തോന്നുന്നു. അപ്പൊ അത് കേട്ടിട്ട് ആർട്ടിസ്റ്റ് പറയാണ്, അല്ല അത് കംപ്ലീറ്റഡ് ആണ്, ഞാനത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതാണ് അത് വരയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യം അത്രയേ ഉള്ളൂ, അത് ഞാൻ വരച്ചു കഴിഞ്ഞു, പൂർണ്ണമായി കഴിഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിലും അവിടെ വരുന്നത് മറ്റുള്ളവരുടെ നോട്ടത്തിന്റെ വ്യത്യാസം. കാരണം അത് അങ്ങനെയല്ല എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു മുൻകൂട്ടി ഒരു നിഗമനത്തിൽ എത്തുകയാണ്, ഇത് ഇങ്ങനെ ആയിരിക്കേണ്ടതായിരിക്കും. എന്നാൽ അത് എങ്ങനെയാണോ അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതുപോലെ രണ്ട് തലത്തിലാണ് നമുക്ക് ഈ ചിന്ത ബാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, ഓരോ നിമിഷവും എങ്ങനെയാണോ അങ്ങനെ ആസ്വദിക്കുക, അങ്ങനെ സ്വീകരിക്കുക. നമ്മളെന്താണോ, നമ്മളെ വ്യക്തിത്വം എന്താണോ അതിനെ ഉൾക്കൊള്ളുക, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് ആയിരിക്കേണ്ടത്, ഓരോ സന്ദർഭങ്ങളും ഇങ്ങനെ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കേണ്ടത്, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നമുക്ക് ഒരുവിധം സന്തോഷം സമാധാനവും തരാൻ ഈ ഒറ്റ ചിന്ത മാത്രം മതിയായിരിക്കും. ഞാനൊരു കൊച്ചു കഥ കൂടെ പറയാം. ഒരു ഗുരു ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർണ്ണതയെ കുറിച്ചാണ്. എല്ലാം പൂർണ്ണമാണ്, ഈ പ്രപഞ്ചത്തിലെല്ലാം പൂർണ്ണമാണ്, പൂർണ്ണമല്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം പരിപൂർണമായിരിക്കുന്നതാണ് എന്നിങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ നേരം ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു കൂനനായിരുന്ന വ്യക്തി എണീറ്റുകൊണ്ട് ഗുരുവിന്റെ മുന്നിലേക്ക് വന്നു.
എന്നെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഗുരു ചെറിയൊരു അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പൂർണ്ണനായ ഒരു കൂനനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് കാണാം.